വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നവർ എന്ന പ്രയോഗം രാഹുൽ ഗാന്ധിയുടേതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത സ്നേഹത്തിന്റെ കടയിലേക്ക് ഏറ്റവും ഒടുവിലായി വന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കൾ. ഇന്ത്യയുടെ ഭാവി, രാഷ്ട്രീയത്തിലെ ഭാവി എങ്ങനെ നോക്കിക്കാണുന്നു? നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പരാമർശം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ മനസ്സിൽ വലിയ ആഴത്തിലുള്ള ഒരു മാറ്റി ചിന്തിക്കലിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം, വെറുപ്പിൻ്റെ കമ്പോളം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും കാലം നിലനിന്ന ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാമാന്യ യുക്തിയുള്ള അതിനകത്ത് നിൽക്കുന്ന ആർക്കും കഴിയാവുന്നതേ ഉള്ളൂ. പക്ഷെ പലർക്കും സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി ചിന്തിക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങളുണ്ട്. ഞാൻ എന്തായാലും അതിനുള്ളൊരു ധൈര്യം കാണിക്കാൻ തീരുമാനിച്ചു. ഞാൻ മാറ്റി ചിന്തിച്ചു. ചെയ്തത് ശരിയല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അത് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു. ഇനിയുള്ള കാലത്ത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ, നമ്മുടെ രാജ്യത്തിന് മുന്നോട്ടുള്ള ഒരു പോക്കിൽ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട്, മതസാഹോദര്യം നിലനിർത്തിക്കൊണ്ട്, എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ടുള്ള ഭരണഘടന സംരക്ഷിക്കാൻ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നൊരു തിരിച്ചറിവ് രാജ്യത്തിപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഈ രാജ്യമാക്കി നിലനിർത്തുന്ന അതിൻ്റെ അടിസ്ഥാന ശിലയായിട്ടുള്ള ഭരണഘടന, ആ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഭരണാധികാരികൾ നടത്തുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവാണ്. അത് സംഭവിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അത് അർഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വലിയ മാറ്റത്തിന് സമീപഭാവിയിൽ തന്നെ കളമൊരുങ്ങും. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള, ഇപ്പോൾ ഈ കുറച്ച് കാലത്ത് കോൺഗ്രസിന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു ദിവസം അത് അനധിവിദൂരമല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വളരെ ഐക്യത്തോടെ, ശക്തിയോടുകൂടി, ഇതിൻ്റെ പൂർവ്വസൂരികൾ വിഭാവനം ചെയ്ത രീതിയിൽ ജനാധിപത്യ ശക്തിയായി, മതേതര രാഷ്ട്രമായി നമ്മുടെ രാജ്യം നിലകൊള്ളും, ഇന്ത്യ മഹാരാജ്യം നിലകൊള്ളും. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് കഴിഞ്ഞ നല്ല നാളുകളുണ്ട്. ആ നല്ല നാളുകൾ കോൺഗ്രസിൻ്റെ ഭരണത്തോടുകൂടി, കോൺഗ്രസിൻ്റെ ഭരണം തിരിച്ചു വരുന്നതോടുകൂടി രാജ്യത്ത് വീണ്ടും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്.